നമസ്കാരം. ഇന്നൊരു പുതിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുന്നു. രാഷ്ട്രീയക്കാരെ ഇടതുപക്ഷക്കാരെന്നും വലതുപക്ഷക്കാരെന്നും വിളിക്കുന്നത് എന്തുകൊണ്ട്? ഫ്രാൻസിൽ ലൂയി 16 കാലം മുതൽക്കാണ് ഇത്തരമൊരു വിഭജനം നിലവിൽ വന്നത്. 1788 ഫ്രാൻസ് ഭീമമായ കടത്തിലായി. അതേസമയം പ്രത്യേക ആനുകൂല്യങ്ങളുള്ള വലിയൊരു ഭാഗം അവർ ന്യായമായും കൊടുക്കേണ്ട നികുതിയുടെ ചെറിയൊരു ഭാഗം മാത്രമേ നൽകിയിരുന്നുള്ളൂ. ഇതിൻ്റെ പേരിൽ വലിയ കലാപമായി. അതിൽ രാജാവ് ദേശീയ പ്രതിനിധിസഭ വിളിക്കുവാൻ അതിനാൽ തീരുമാനിച്ചു. ദേശീയ പ്രതിനിധിസഭയായ എസ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചുകൂട്ടുവാൻ രാജാവ് തീരുമാനിച്ചു. അതിൽ 3 എസ്റ്റേറ്റുകളാണ് ഉണ്ടായിരുന്നത്. പുരോഹിതന്മാരുടേതാണ് ആദ്യത്തെ എസ്റ്റേറ്റ്, രണ്ടാമത്തേത് പ്രഭുക്കളുടേത്. രണ്ടും ചേർന്ന് 600 പ്രതിനിധികൾ. സാധാരണക്കാരായ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ 600 പ്രതിനിധികൾ ഉണ്ടായിരുന്നു. 1789 വേഴ്സൈൽസ് കൊട്ടാരത്തിൽ വെച്ച് അസംബ്ലി ചേർന്നു. ആചാരമനുസരിച്ച് ബഹുമാന്യരായ പ്രതിനിധികൾ രാജാവിൻ്റെ വലതുവശത്ത് ഇരിക്കണം. അങ്ങനെ പുരോഹിതരും പ്രഭുക്കന്മാരും രാജാവിൻ്റെ വലതുവശത്തിരുന്നു. സാധാരണക്കാരായ പ്രതിനിധികൾ രാജാവിൻ്റെ ഇടതുവശത്തുള്ള സീറ്റിലും ഇരുന്നു. 1789 ജൂണിൽ രാജാവ് സാധാരണക്കാരുടെ 3 എസ്റ്റേറ്റിനെ ദേശീയ അസംബ്ലിയായി അംഗീകരിച്ചു. പുതിയ അസംബ്ലിയിലും വിപ്ലവകാരികളായ അംഗങ്ങൾ സ്പീക്കറുടെ ഇടതുവശത്താണ് ഇരുന്നത്. സൗമ്യ പ്രകൃതക്കാരായ ആളുകൾ സ്പീക്കറുടെ വലതുവശത്തും ഇരുന്നു. അങ്ങനെ ഇടത്തും വലത്തും ഫ്രാൻസിലെ രാഷ്ട്രീയ ചേരികളുടെ ചുരുക്കപ്പേരുകളായി തീർന്നു. എന്തൊക്കെയായാലും അക്കാലത്തെ യൂറോപ്പിലെ സാംസ്കാരിക നേതൃത്വം ഫ്രാൻസിനായിരുന്നു. അങ്ങനെ മറ്റു രാജ്യങ്ങളിലും ഇടത്ത് വലത്ത് എന്ന പ്രയോഗം പ്രചാരത്തിൽ വന്നു. ഇതാണ് രാഷ്ട്രീയക്കാരെ ഇടതുപക്ഷക്കാരെന്നും വലതുപക്ഷക്കാരെന്നും വിളിക്കുവാനുള്ള അടിസ്ഥാന കാരണം. ഈ ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവെക്കുന്നു. നന്ദി, നമസ്കാരം.